Hey guys, welcome back to Afzal vlogs. അപ്പോൾ ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ സ്കൂളിൽ കെമിസ്ട്രി ഒക്കെ പഠിക്കാറുണ്ട്. ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് അടങ്ങിയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് കെമിസ്ട്രി. അപ്പോൾ അത്തരത്തിലുള്ള ഒരു എക്സ്പെരിമെൻറ്റിനെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒരു കെമിക്കൽ എക്സ്പെരിമെൻറ്റ്. ഇത് ഒരുപാട് യൂട്യൂബേഴ്സ് ചെയ്തിട്ടുള്ളതാണ്. എന്നാലും നിങ്ങൾക്ക് മുന്നിൽ ഞാൻ അതൊന്ന് റീക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ എക്സ്പെരിമെൻറ്റിൻ്റെ പേര് മിൽക്ക് വേഴ്സസ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പെരിമെൻറ്റിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഈ എക്സ്പെരിമെൻറ്റിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം വേണ്ടത് പാലാണ്, പശുവിൻ പാലാണ് വേണ്ടത്. പിന്നെ നമ്മളെ KMnO4 പൊട്ടാസ്യം പെർമാംഗനേറ്റ്, അത് നമ്മളൊരു അളവിൽ ആക്കി നമ്മളൊരു കണ്ടെയ്നറിൽ വെച്ചിട്ടുണ്ട്. ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റും പാലുമാണ് ഈ എക്സ്പെരിമെൻറ്റിന് മെയിനായിട്ട് വേണ്ട സാധനങ്ങൾ. ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ് നിങ്ങൾക്ക് ലബോറട്ടറികളിലും കിട്ടും, അല്ലാതെ ചെറിയ ചെറിയ പാക്കറ്റുകളിലാക്കി മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ വിൽക്കുന്നതാണ്. അപ്പോൾ അവിടെ പോയാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതിന് കുറച്ച് മതി, അപ്പോൾ നിങ്ങൾക്ക് മെഡിക്കൽ ഷോപ്പിൽ പോയി വാങ്ങുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ് പാലിലോട്ടുണ്ടെത്താം. അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് ആകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ എക്സ്പെരിമെൻറ്റിൻ്റെ ടൈം ഷോർട്ടൻ ചെയ്യാൻ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് കുറച്ച് ടൈം എടുക്കും. നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് റിസൾട്ടൊന്നും കിട്ടിയിട്ടില്ല, ഇനി വന്നോളൂ. ചെറിയ കുമ്പള പോലെയൊക്കെ വരുന്നുണ്ട്. ചെറുതായിട്ട് റിയാക്ഷൻ സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇത് പൊങ്ങി വരുന്നുണ്ട്, ഒരു കുമ്പളയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ചൂടിൻ്റെ ഒരു ഇത് കാണുന്നുണ്ട്. ഇതാ ഇത് പാലാണ് ഇതുപോലെ ആയിരിക്കുന്നത്. നല്ല ചൂടുണ്ടായിരിക്കും ഗൈസ്. അപ്പോൾ ഇതിങ്ങനെ വരുന്ന സമയത്ത് ആരും കയറി ഇതിൽ തൊടാനോ എടുക്കാനോ ഒന്നും പോകരുത്, കൈ പൊള്ളിപ്പോകും. അത്രയ്ക്ക് ചൂടാണ്. ഇതിൻ്റെ ഒരു പുക വരെ പോകുന്നുണ്ട് ഇതിൻ്റെ. വെള്ള കളറിലുണ്ടായിരുന്ന പാലാണ് കഴിച്ച് ഈ കളറിലോട്ട് മാറിയത്. അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ബേസാണ്. നമ്മുടെ പാലിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ലാക്റ്റിക് ആസിഡ് ഉണ്ട്. അപ്പോൾ ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റും ലാക്റ്റിക് ആസിഡും കൂടെ ചേരുമ്പോൾ ഈ പ്രോസസ്സിനെ ന്യൂട്രലൈസേഷൻ എന്നാണ് പറയുന്നത്. അതായത് ഈ മിൽക്കിലെ ആസിഡും പൊട്ടാസ്യം പെർമാംഗനേറ്റും കൂടെ ചേർന്ന് വാട്ടറും സോൾട്ടുമായി മാറുന്നു. അതായത് പൊട്ടാസ്യം ലാക്റ്റിക്കും വാട്ടറുമായി മാറുന്നു. ഇത് ഒരിക്കലും ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ അല്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ റിയാക്ഷൻ സംഭവിച്ചാൽ ഒരിക്കലും നിങ്ങൾ ഇതിൽ കയറി പിടിക്കാനോ ഒന്നും പോകരുത്. കുറച്ച് നേരത്തേക്ക് ഇതിനെ ഒന്ന് ഫ്രീ ആക്കി വിട്ടിരിക്കാം. ഇപ്പോൾ നമ്മൾ കയറി തൊട്ടാൽ കൈ പൊള്ളിപ്പോകുന്ന ചൂടായിരിക്കും. ഒരുപാട് ഹീറ്റ് എമിഷൻ ഇതിൽ വരുന്നതാണ്, എക്സസ് ആയിട്ട് വരുന്നതാണ്, താപോർജ്ജം അധികമായിട്ട് സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആരും ഇതിൽ കയറി ഇപ്പോൾ പിടിക്കാൻ പോകരുത്. ഒരു 10 മിനിറ്റ്സ് നമ്മൾ അതിനെ ലീവ് ചെയ്തിരിക്കണം, എന്നിട്ട് നമുക്ക് തൊടാം. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ഈ എക്സ്പെരിമെൻറ്റ് കണ്ടല്ലോ. ഇതുപോലുള്ള നിരവധി പരീക്ഷണങ്ങൾ കെമിസ്ട്രിയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ചെറിയ പരീക്ഷണത്തിലൂടെ മറ്റുള്ള ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ ചെയ്യേണ്ട ഒരു ഉത്തേജനം നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ വലിയ വലിയ എക്സ്പെരിമെൻറ്റ്സ് ഒന്നും ഇപ്പോൾ തൽക്കാലം ചെയ്യേണ്ട. ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള പരീക്ഷണങ്ങൾ, അതായത് വീട്ടിലെ സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെ ചെയ്യാൻ പറ്റുന്ന പരീക്ഷണങ്ങൾ ചെയ്തു നോക്കുക, പഠിക്കുക. സോ ഗൈസ്, ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.
ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ല എപ്പിസോഡുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.